സാവൂട്ടാ, നമുക്ക് പറശ്ശിനി പോയാലോ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മ ആദ്യം വിളിക്കുന്നതും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതും മുത്തപ്പനെയാണല്ലോ. ഇന്നലെ നമ്മളെ വീടിന്റെ അടുത്ത് മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടായിനി. ആടെ പോയ സമയത്ത് എല്ലാവർക്കും ഒരാഗ്രഹം പറശ്ശിനി പോണെന്ന്. അങ്ങനെ നമ്മ ഇന്ന് രാവിലെ എന്നെ വിട്ട് നേരെ പറശ്ശിനിയിലേക്ക്. ഏറ്റവും താഴെ തന്നെ വണ്ടി പാർക്കും ചെയ്തു. ഉറക്കത്തിലെ ആയതുകൊണ്ട് തന്നെ സാങ്കുട്ടൻ നടക്കാൻ ഭയങ്കര മടി. കുറച്ച് സമയം ഞാനെടുത്ത് നടന്ന്, പിന്നെ ഏട്ടന്റെ തലമ കയറിയിട്ടും പോയി. അങ്ങനെ നമ്മ നടന്ന് പറശ്ശിനിയുടെ കവാടത്തിലേക്ക് എത്തി. നേരെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വഴിപാട് കൗണ്ടർ. വലതുവശത്ത് പ്രസാദം കൊടുക്കുന്ന സ്ഥലം, ഇടതുവശത്താണെങ്കിൽ കുട്ടികളുടെ ചോറൂണിന്റെ സ്ഥലം. എന്നിട്ട് നമ്മ നേരെ നടന്ന് പുഴയിന്ന് കാല് കഴുകി. എന്നിട്ട് നമ്മ നേരെ ഉള്ളിലേക്ക് കയറി. അകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം നമ്മ പോയത് ബോട്ടിങ്ങിനാണ്. വലിയ ബോട്ടായിരുന്നു, ഗവൺമെന്റിന്റെ തന്നെ. 100 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന നല്ല അടിപൊളി ബോട്ട് തന്നെ. അരമണിക്കൂർ ബോട്ടിങ്ങിന് 40 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മ ബോട്ടിലൊന്ന് ചുറ്റി കറങ്ങി വന്ന് പിന്നെ പ്രസാദം കഴിക്കാൻ പോയി. മമ്പയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ചായയും എടുത്തത് പ്രസാദം. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ പ്രസാദം ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ മുത്തപ്പനെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.